അങ്ങനെ വീണ്ടും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറുതെ ഇങ്ങനെ തിരിഞ്ഞിരുന്നപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി ചാടിയതാണ്. ആലുവേൻ്റെ അടുത്തുള്ളൊരു സ്ഥലം കേട്ടോ വരുന്നത്. ആലുവ മെട്രോ സ്റ്റേഷൻ്റെ ഒരു മെയിൻ്റെനൻസ് പാർക്കിംഗ് ഇല്ല, അതിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെ ഒരു പാടമാണ് വരുന്നത്. ഇവിടെ കുറേ പേര് മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്, എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി. പരീക്ഷണം നടത്താൻ കണ്ടത്തിലൂടെ ചാട് ചെളിയാണ് ഫുള്ള്. മുട്ടപ്പം വെള്ളം ഉണ്ടാവും, നല്ല ചെളിവെള്ളമായിരിക്കും. ഞങ്ങൾ കാസ്റ്റിംഗ് പഠിക്കുന്നതും കൂടെ ഉള്ളൂ. അവിടെ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇത് ആഷിഖ്, ഇത് അവൻ്റെ ചേട്ടൻ്റെ കാസ്റ്റിങ്ങിൻ്റെ റോഡാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന്, പണി പഠിക്കാൻ വേണ്ടി അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് തിരിച്ചിതവിടെ തന്നെ വീട്ടിലെത്തിക്കേണ്ടതാണ്. കളമശ്ശേരിയിൽ നിന്ന് രാജേരി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന ഷോർട്ട് കട്ട് വഴിയായിട്ടത്. കുറേ ആൾക്കാർ ഇവിടെ നിർത്തി കാഴ്ചകളൊക്കെ കാണാൻ, സൺസെറ്റ് കാണാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. ഈവനിങ് ഒരു 5:30 സമയത്താണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഒരു 10-20 തവണ ഇട്ടു. സംഭവം മീനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ആലുവയ്ക്ക് പോയ സമയത്താണെങ്കിൽ ഇവിടെ കുറേ പേര് മീനിടുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്പോട്ട് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തത്. വർത്താനം പറഞ്ഞിട്ടാണോ അറിയത്തില്ല, സാധനം ഒന്നും ഇതുവരെ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. പാടത്ത് കണ്ടൊരു പുല്ലാട്ടോ, അതിൻ്റെ പൂവ് എനിക്ക് അടിപൊളി സൺസെറ്റ് വ്യൂ ആണ്. ഇവിടെ കുറേ കൊക്കും പശു എല്ലാം പാടത്തോടെ നിൽപ്പുണ്ട്. ഫൈനലി ഞങ്ങളൊരു 4 സൈഡിൽ നിന്ന് ചെറിയ വെള്ളം വരുന്ന ഒരു സ്പോട്ടിലെത്തി. ഇവിടെയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദാ വ്യൂ, എനിക്ക് ആകാശത്തോടെ പക്ഷികൾ പറക്കുന്നു. കുറേ പോത്ത് വരുമ്പോഴേക്ക് ഇതിൽ നിൽപ്പുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് കാസ്റ്റിംഗ് തുടങ്ങിയാണ്. ഇവിടം വരെ നിലവിലൊന്നും കിട്ടിയിട്ടില്ല. സ്കോർ 0. പക്ഷേ ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും. ഒന്നും കിട്ടിയില്ലെങ്കിലും ചുമ്മാ ഏറ് പിടിക്കാൻ വന്നതാണ്. എന്തെന്നാണോ എറിയുന്നത്? അയ്യോ, പറഞ്ഞു തീരുന്നതിൻ്റെ ഇവർ ഇത് കണ്ടപ്പോഴേക്ക് എറിയുന്നത്. ഇതൊരു മരം നിൽക്കുന്ന അടിപൊളി സ്ഥലം. ഒരു ചെറിയ മീനുണ്ട്. ചെറുമീൻ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. ചെളി അടിഞ്ഞ് കിടക്കുന്ന ഈ സാധനം. ഇതെന്ത് സാധനം? ഇത് തിന്നാൻ പറ്റുന്നതാണോ? ഇത് നോക്ക്, ക്യാച്ചിറ്റ് പുല്ല് പറക്കുന്നുണ്ട്. മൊത്തം ഈച്ചിലൊക്കെ ഇവിടെ പറക്കുന്നതാണ്. ഈ പുല്ലക്കൂടെ മൊത്തം സാധനം ഈച്ച പറക്കുന്നതാണ്. ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയത് വഴി മുടക്കിയിട്ട് ആ പോത്ത് ചെറുതായിട്ടൊന്ന് ഓടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ചാടുക. അവൻ പണി തരുമെന്ന് തോന്നുന്നു കേട്ടോ. അളിയ അവൻ്റെ നോട്ടം ശരിയല്ല. അളിയ ഓർഡറെ പുറകോട്ട് ഓടിക്കണേ. ഫൈനലി ഞങ്ങൾ കലിങ്ങിനടിയിൽ വരെ സ്ട്രൈക്ക് ചെയ്ത് നോക്കും. ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ മീനുള്ളതാടാ. ഒന്നെങ്കിൽ സംഭവം നമ്മളിടുന്നതിൻ്റെ ഫോൾട്ടാണ്. കാരണം ഇവിടുന്ന് കുറേ പേര് ഞാൻ വരുവാണ് ഇതിൽ ഇപ്പോൾ കുറേ 1-2 കുറേ ഇവിടുന്ന് മീനും പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എടാ, ഇതെന്താ ഇവിടെ കൊമള കിട്ടിയേ? വെറി. പക്ഷെ ഇത് പച്ചയാ, പഴുത്തൊക്കെ അരക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാൽ കിട്ടി. ഒരുപാടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് റോഡ് സൈഡിൽ തന്നെ. ഇതൊന്നും ആരും പഴുത്ത എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട്. പഴുക്കാത്ത സാധനങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങളും കുറേ സാധനം പറിച്ച് അടിച്ചു. ഭയങ്കര പുളിയാണ്. ഒരു പഴുത്ത് കിട്ടും, ഒരേ ഒരെണ്ണം. വേറെ എല്ലാം പച്ച സാധനം. വഴികളൊക്കെ അത്യാവശ്യം കൺജസ്റ്റഡായി വരാൻ തുടങ്ങി. സൺസെറ്റ് കഴിഞ്ഞ് ആൾക്കാരിലെ ചുമ്മാ നടന്ന് ആഘോഷിക്കുന്നു. ഒരു ചേട്ടൻ പറഞ്ഞ് കലിങ്ങിനടിയിലേക്ക് ബ്രാല് പോയിട്ടുണ്ട്. അപ്പം അതിനെ അടിക്കാനുള്ള പരിപാടി നോക്കുന്നു. കിട്ടിയോ? ചുമ്മാ ഒന്നുകൂടെ എറിഞ്ഞു നോക്കി. ഈ കാണുന്നതിൻ്റെ നിലം നമുക്ക് കാണാം കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ, പക്ഷേ സംഭവം നല്ല ആഴമുണ്ട്. ഇത് ചേറ് വന്ന് അടിഞ്ഞ് കിടക്കുന്നതാണ്. നല്ല ആഴത്തിൽ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരാളുടെ പകുതിയെങ്കിലും ആഴം ഉണ്ടായിരുന്നു. ഫൈനലി ഒന്നും കിട്ടാതെ നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. പക്ഷേ സൺസെറ്റൊക്കെ അടിപൊളി സ്ഥലം. അവിടുന്ന് ഇറങ്ങി ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇതെന്ത് സാധനം? അരി വട്ടയപ്പല്ലല്ലോ. വട്ടയപ്പം പോലത്തെ ഒരു സാധനം, സ്മൂത്ത്, നല്ല അടിപൊളിയാണ്. നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. പിന്നെ ഓറിയോ ഷേക്കും അടിച്ചിവിടെ ചായ കടയുടെ മുമ്പിലിരിക്കുന്നത്.